ഹായ് കേരറ്റ്സ് ചെയ്യുന്നു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2025-26 SSCയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും ഫോം ഫില്ലിംഗ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് കുട്ടികൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു, ഇനി കുറച്ച് പേർ ഫോം ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിലെ ടീം ഫോം ഫില്ലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, OTR എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 ചാനലിലും അവൈലബിൾ ആണ് ഈ വീഡിയോസ്. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതേ വീഡിയോയുടെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെയും ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സർ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സിഗ്നേച്ചറിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ. ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. എല്ലാ കുട്ടികളിലും എത്തിയിരിക്കണം ഈ ഒരു വീഡിയോ. കാരണം ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നതാണ് വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, നിങ്ങളിവിടെ കാണുന്നത് SSCയുടെ ന്യൂ നോട്ടിഫിക്കേഷൻ ആണ്. നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ 1 ലാസ്റ്റ് ഡേറ്റ് December 31 ആണ്. ഈ 2 ഡേറ്റും തീർച്ചയായും നിങ്ങൾ ഓർത്തിരിക്കണം. ഇതോടൊപ്പം തന്നെ ഈ ഒരു കറക്ഷൻ വിൻഡോ കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു സ്ലിപ്പ് ലഭിക്കും. ആ ഒരു റെസിപ്റ്റിനകത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ കോമൺ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് നിങ്ങളുടെ നെയിം, ഫാദർ നെയിം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പോസ്റ്റ് പ്രിഫറൻസ്, അറ്റ് ദ സെയിം ടൈം ഫോട്ടോ, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം. പോസ്റ്റ് പ്രിഫറൻസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കറക്ഷൻ വീഡിയോ ഡേറ്റ് ഓർത്തിരിക്കണമെന്ന്. January 8 January 10 2026 ഞാൻ ഈ പറയുന്നത്. കേട്ടോ കുട്ടികളെ, എക്സാം ഡേറ്റ് അറിയാലോ. February April മന്തിലാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. എന്തായാലും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് February 25 ശേഷമായിരിക്കും. കാരണം ഡൽഹി പോലീസിൻ്റെ എക്സാം തന്നെ January ലാസ്റ്റ് വീക്ക് വരെ ഉണ്ട്. അതിനുശേഷമാണ് MTSൻ്റെ എക്സാം. MTSൻ്റെ എക്സാമിന് തന്നെ അറൗണ്ട്ലി 1 മന്ത് എടുക്കും. അതും കംപ്ലീറ്റ് ആവാൻ അറൗണ്ട്ലി February ലാസ്റ്റ് വീക്ക് വരെ എടുക്കും. എന്തായാലും SSCGD 2025-26 എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് February 25 ശേഷമായിരിക്കും. മനസ്സിലായ കുട്ടികളെ? അപ്പോൾ ഈ ഒരു ഡേറ്റ് അനുസരിച്ച് ഒരു പ്രോപ്പർ ക്ലാസ് ഓൺലൈനാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ആന ഡിഫൻസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുൾ കാണണം, സ്കിപ്പ് ചെയ്യാതെ. ക്ലിയർ? നോക്കൂ കുട്ടികളെ, ഇവിടെയാണ് നിങ്ങൾ കൂടുതലും മിസ്റ്റേക്ക് കാണിക്കുന്നത്. ഇവിടെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് പ്രോപ്പർ ഫോട്ടോ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് SSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ, അതായത് നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ വിത്തൗട്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്, അതായത് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. ഇതേ കണക്കൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. സെക്കൻഡ് പോയിൻ്റാണ് കാൻഡിഡേറ്റ്സ് വിയറിങ് ക്യാപ്പ് ധരിച്ചുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് കാൻഡിഡേറ്റ്സ് ടേക്കിംഗ് ഫോട്ടോ വിത്തൗട്ട് ഷർട്ട് ഇല്ലാതെ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. അങ്ങനെ ആരും എടുക്കാറില്ല. നെക്സ്റ്റ് പോയിൻ്റാണ് ഫോട്ടോ നോട്ട് സഫീഷ്യൻ്റ്ലി ബ്രൈറ്റ്. ഇതേ രീതിയിലാണ് നിങ്ങളുടെ ഫോട്ടോ എങ്കിൽ, അതായത് നിങ്ങളുടെ ഫോട്ടോ നല്ല രീതിയിൽ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. ഫോം റിജക്റ്റ് ആയി എന്ന് നിങ്ങൾക്കറിയാൻ പറ്റുന്ന എപ്പോഴാണ്? നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്നതിൻ്റെ 14 to 15 days മുന്നെയാണ് നിങ്ങൾക്കറിയാൻ പറ്റുന്നത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്തായാലും ഈ ഒരു 2 month നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് 110 അല്ലെങ്കിൽ 120 മാർക്ക് കിട്ടി, എനിക്ക് 100% ഉറപ്പുണ്ട് ഈ തവണ സെലക്ഷൻ കിട്ടുമെന്ന്, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കും. അപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ഫോം റിജക്റ്റ് ആയെന്ന്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് ഫോട്ടോ ഈസ് ബ്ലഡ്. ഇതേ രീതിയിൽ, അതായത് ഫോട്ടോ ബ്ലർ ആണെങ്കിലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, ബാക്ക്ഗ്രൗണ്ടിൽ ഇതിനകത്ത് ഇമേജ് ഒന്നും വരാൻ പാടില്ല. ബ്ലർ ആണെങ്കിലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവും. പിന്നെ നിങ്ങളുടെ ഫേസിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞത് നിങ്ങൾ ഫോട്ടോ എടുക്കരുത്. നെക്സ്റ്റ് ആണ് കണ്ണാടി ഇട്ടിട്ട് ഫോട്ടോ എടുത്താലും നിങ്ങൾ റിജക്റ്റ് ആവുന്നതായിരിക്കും. കാരണം അവിടെ മെഡിക്കൽ കണ്ടീഷൻ പറയുന്നുണ്ട്, കണ്ണാടി യൂസ് ചെയ്യുന്നവരെന്താണ് അൺഫിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ഇൻഫോം ചെയ്യുകയാണ് ഞാൻ കണ്ണാടി ഇടുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അൺഫിറ്റ്. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഫോമും റിജക്റ്റ് ആവുന്നതായിരിക്കും. മനസ്സിലായ കുട്ടികളെ? ഇതൊക്കെയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും പോയിൻറ്റ് നിങ്ങൾ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ടും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ January 8 ആൻഡ് January 10 എന്ന ഡേറ്റ് ഓർത്തിരിക്കുക. ആ ഒരു സമയം നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ കുട്ടികളെ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് സിഗ്നേച്ചർ. ഇവിടെയും കൂടുതലും കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ് നിങ്ങളുടെ കോളം എന്ന് പറയുന്നത്. ആദ്യമേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വൈറ്റ് പേപ്പറിൽ പ്രോപ്പറായിട്ട് സിഗ്നേച്ചർ ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അന്നേരം അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സിഗ്നേച്ചർ ഒക്യുപ്പൈസ് അറ്റ്ലീസ്റ്റ് 80% ഓഫ് ദ ബോക്സ്. അതായത് നിങ്ങളുടെ ഈ ഒരു ബോക്സിൽ 80% എന്താണ്? നിങ്ങളുടെ സിഗ്നേച്ചർ കവർ ചെയ്ത് നിൽക്കണം. ഇതേ രീതിയിൽ മനസ്സിലായ കുട്ടികളെ? സ്ട്രെയിറ്റ് ആയിട്ട് വേണം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നിങ്ങൾ സിഗ്നേച്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്തതെങ്കിൽ ഫോം റിജക്റ്റ് ആവും.
ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് വളരെ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവും. സെൻട്രൽ ഇതേ രീതിയിലാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. ഇതേ രീതിയിലാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. ഇവിടെയെങ്കിലും എന്താണ് 80% ഒക്യുപ്പൈ ചെയ്തിട്ടില്ല. 80% ഇതേ രീതിയിൽ എന്താണ് സിഗ്നേച്ചർ വന്നിട്ടില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 80% ഈ ബോക്സിനകത്ത് നിറഞ്ഞു നിൽക്കണം, സ്ട്രേറ്റ് ആയിരിക്കണം. ക്ലിയർ? ഈ രണ്ട് കാര്യങ്ങളിലാണ് ഒത്തിരി കുട്ടികളുടെ ഫോം റിജക്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്ത്. ആൾറെഡി നോട്ടിഫിക്കേഷൻ വീഡിയോയ്ക്ക് അത് പറഞ്ഞതാണ് ഞാൻ. പക്ഷേ ആ ഒരു വീഡിയോ 30 minutes ആണ്. ഒത്തിരി കുട്ടികൾ കണ്ടു കാണത്തില്ല. ഇതൊരു ചെറിയ വീഡിയോ ആണ്. പരമാവധി ഷെയർ ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. കറക്ഷൻ ഡേ ടൈമിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ആ ഒരു സമയത്തെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ കുട്ടികൾ? അതുകൊണ്ട് എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നോ നോട്ട് ചെയ്ത് വെക്കണം. പരമാവധി മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ നോക്കുക. ക്ലിയർ? ഫൈനലി പറയുകയാണ്, നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സെർച്ച് ചെയ്യുകയാണ് SSCGDക്ക് വേണ്ടി. നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും, നിങ്ങൾ പ്രീവിയസ് ഇയറിലെ റിസൾട്ട് നോക്കിയാലും നമ്മുടെ അക്കാഡമിയിലെ ക്ലാസ്സും ഇവിടുത്തെ ട്രെയിനിങ്ങും തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫീസ് 2500 രൂപയാണ്. ക്ലാസ് നിങ്ങൾക്ക് മലയാളത്തിലും ലഭിക്കും. 100+ മോക്ക് ടെസ്റ്റ് ലഭിക്കും. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കുന്നതായിരിക്കും. 2024 43 ഷിഫ്റ്റിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഫീസിൽ തന്നെ. ക്ലിയർ ആയാലോ കുട്ടികളെ? എക്സാം പാസ്സായാൽ ഉടനെ തന്നെ നേരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. എക്സ്ട്രാ ഫീസ് ഒന്നും തന്നെ ആവത്തില്ല. അതായത് ട്രെയിനിങ് ഫീസ് ഒന്നും തന്നെ ആവത്തില്ല നിങ്ങൾക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ ഫിസിക്കലും അറ്റ് ദ സെയിം ടൈം ക്ലാസ്സുകളും പിന്നെ മെഡിക്കൽ അവയർനെസ്സും, അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറയും. നിങ്ങൾ അതിനനുസരിച്ച് പ്രോപ്പർ ഡോക്ടറെ കണ്ടിട്ട് അത് റിലേറ്റഡ് സർജറി വേണമെന്നുണ്ടെങ്കിൽ സർജറി എടുക്കും. അല്ലെങ്കിൽ എക്സസൈസ് ആണോ വേണ്ടതെങ്കിൽ അത് നമ്മൾ എക്സസൈസ് ചെയ്തും കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഡെയിലി ലൈവ് ക്ലാസ്സസ് കിട്ടും. റെക്കോർഡഡ് സെഷൻ ലഭിക്കും. വീക്ക്ലി 6 days ക്ലാസ്സുകളുണ്ട്. ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും. 100+ മോക്ക് ടെസ്റ്റും ലഭിക്കും. 2024 റിസൾട്ട് ഇപ്പോൾ വരുന്നതായിരിക്കും. റിസൾട്ട് വന്നാൽ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് തന്നെ ആയിരിക്കും കൂടുതലും കുട്ടികൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇവിടെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് കിട്ടും. SSCGD റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ക്ലിയർ? ഫൈനലി കുട്ടികളെ, നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി. അറ്റ് ദ സെയിം ടൈം ഈ 2 നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടുത്തെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് SSCGയുടെ ഫോം ഫില്ലിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ധൈര്യമായിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എക്സാം ഡേറ്റ് ആൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ലേറ്റ് ആവുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയലും കൂടുന്നതായിരിക്കും. നേരത്തെ ജോയിൻ ചെയ്താൽ ഇപ്പോഴേ നിങ്ങൾക്ക് സ്മാൾ പ്രോഗ്രഷനിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഒട്ടും ലേറ്റാതെ ജോയിൻ ചെയ്യുക, ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.